ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാതിരുന്നത്. കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് പോസ്റ്റ് ഒന്നും ചെയ്യാത്തതെന്ന്. തിരക്ക് കാരണമാണ് കേട്ടോ, ഓരോരോ തിരക്കുകൾ വന്നതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തതാണേ. രാവിലെ ഒരു 8 മണിയായിട്ടുണ്ടാവും, അപ്പോഴേക്കും മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. ചാള, ആവോലി, പിന്നെ കുറച്ച് ശീലാവും മേടിച്ചിട്ടുണ്ട്. ആവോലി ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആവോലിയും ചാളയും ഞാൻ വറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശീലാവ് ഒരു കറിയാക്കണം. രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണികളൊക്കെ ഒതുങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ക്യാമറ ഓണാക്കി വെക്കുകയായിരുന്നു ചെയ്തത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ് കേട്ടോ. വെള്ളയപ്പത്തിന് തലേദിവസത്തെ കടലക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും ഞാൻ ആക്കുന്നില്ലേ. രാവിലെ എഴുന്നേറ്റ് പാടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞാണ് കേട്ടോ മീൻ നന്നാക്കാനിരുന്നത്. മീൻ നന്നാക്കിയ ശേഷം മീൻ കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയതിലേക്ക് ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു മീൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കുടപ്പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടുപ്പിൽ വെക്കാം. നന്നായിട്ടൊന്ന് അരപ്പ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തു വെക്കണം എന്നൊക്കെ. പക്ഷെ ആ ഒരു സമയത്ത് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊരു മൂഡ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ വീഡിയോ നോക്കി ഇത് എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, ഫുഡ് കഴിക്കുന്ന വീഡിയോ കൂടി ഒന്ന് എടുത്തു വെക്കാമായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിംഗ് ചെയ്ത വീഡിയോസിൻ്റെ ഒപ്പം അത് കഴിക്കുന്ന വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്താലാണ് ആ ഒരു വീഡിയോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മണ്ടത്തരമാണ് കേട്ടോ, ആ ഒരു ഫൈനൽ എടുക്കില്ല. അതെൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ വന്നാലും മിസ്സായി പോകും. ശരിക്കും ആ ഒരു സമയത്ത് നല്ല തിരക്കായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറ്റുന്നത്. അരപ്പ് നന്നായിട്ട് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം. മീൻ കറി വെക്കുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ്. മീൻ നന്നാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചാള വറുക്കാൻ വേണ്ടിയിട്ട് മസാല വരട്ടുന്നുണ്ട്. ഇതിന് കൂടെ തന്നെ പോംഫ്രറ്റും ആവോലിയും കൂടി ഞാൻ മസാല വരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെക്കുമ്പോഴേക്കും മീൻകറി സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. കിച്ചൺ ഉണ്ടല്ലോ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ശ്രദ്ധിക്കുന്ന ഒരാളാണേ. എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കണം. നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ. എപ്പോഴും ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ ആ ഡീപ്പ് ക്ലീനിങ് ഒക്കെ അതിന് വേണ്ടിയൊരു സ്പെഷ്യൽ ടൈം നമുക്ക് വേണ്ടി വരില്ല. അങ്ങനൊരു ബെനഫിറ്റ് ഉണ്ട് കേട്ടോ അതിന്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ എന്താ പറയുക, എത്ര ടൈമില്ലെങ്കിൽ പോലും കുറച്ച് ക്ലീനായിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് മൂപ്പിച്ച ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചെടുക്കാം.
ഇങ്ങനെയാണ് കേട്ടോ ഞാനെപ്പോഴും മീൻകറി താളിച്ചെടുക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു താളിച്ചെടുക്കുമ്പോഴേക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ മീൻകറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.